എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൊമെൻ്റാണ് സാർ. കാരണം ഞാൻ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അച്ഛൻ്റെ ഒപ്പം അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഒപ്പം വെക്കുന്ന ആളുകളിൽ ഒരാളാണ് സാർ. അത് സാറിന് അറിയാം. എൻ്റെ ലൈഫിലുള്ള ഫോട്ടോയുടെ മുമ്പിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഒഫീഷ്യൽ സീരിയസ് ഇന്റർവ്യൂവിലാണ് കൊളാക്കല്ലേ. അപ്പം കളഞ്ഞു. അപ്പം അതായത് എൻ്റെ ലൈഫിലുള്ള സ്പെഷ്യൽ മൊമെന്റ്സിലൊക്കെ സാറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡൗൺ ആയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഒരു കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ഒരു അവസരത്തിൽ സാർ എൻ്റെ ഒരു ദിവസം ഒരു ഒറ്റ കോളായിരുന്നു എന്നെ ലൈഫ് സേവ് ചെയ്ത കഥയൊന്നും ഞാൻ പറയാനല്ല. സന്തോഷം, അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ, അത് വളരെ സന്തോഷമാണ്. പോസിറ്റീവിന്റെ മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. സാർ ഞാനൊരു ഡേറ്റ് പറയാം. സാറിന് ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അതൊരു വലിയ ഡേറ്റാണ്. പക്ഷെ സാറിനെ ഗസ് ചെയ്യണം. ജൂലൈ 12. എൻ്റെ ലൈഫിൽ വലിയൊരു ദിവസമായിരുന്നു. അത് സാറാണ് കാരണം. എനിക്ക് ആകെ അറിയാവുന്ന 2 ഡേറ്റ്. സാർ എന്നെ ചെന്നൈയിലേക്ക് പാടാൻ വിളിച്ച ദിവസം. അതായത് എൻ്റെ പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളൊരു സ്വപ്നത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സാറായിരുന്നു. കുറേ സന്തോഷം. അതിലും സാറിന്റെ മ്യൂസിക് ഡയറക്ടർ അതെങ്ങനെയായിരുന്നു? സാറിന് മ്യൂസിക് ഡയറക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം? പിന്നെ ചെറുപ്പം മുതൽ. കാരണം നമുക്ക് അന്ന് ചെറുപ്പത്തിലിരിക്കുമ്പോഴേ എനിക്ക് പാട്ട് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പഴയ ലിറിക്സ് ഇല്ലാത്തതുകൊണ്ട് പഴയ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ട്യൂണിലാക്കി പാടുമായിരുന്നു. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാടുകയും പാട്ട് ചെയ്യുകയും ചെയ്യുന്ന പാട്ടുകൾ വയലാർ സാറിൻ്റെ ഒക്കെ പാട്ടെടുത്തിട്ട് ഇപ്പോൾ സാർ അറിയുന്നു. ഞാൻ എൻ്റെ തോന്നിയ മാസത്തിന് നമ്മൾ വേറെ ട്യൂണൊക്കെ ആക്കി പാടും. പിന്നെ അല്ലാണ്ട് ഭാസ്കര മാഷിനെയൊക്കെ എത്ര പാട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊരു ഇഷ്യൂ അല്ല. പണ്ട് മുതലേ അത് സംഗീതം ചെയ്യുന്ന ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ വന്ന് പാട്ട് പഠിത്തവും ഇതൊക്കെ കൂടെ ആയ അപ്പോൾ പിന്നെ അതങ്ങ് നടന്നു. അത് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ ഒരു ഫിലിം എന്ന് പറഞ്ഞു പോയാൽ എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് 1 2 3 4 വരുമ്പോൾ കറണ്ട് പോയി. അയ്യോ, അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ആ സമയത്ത് അവിടെ ഉള്ള റെക്കോർഡിംഗ് എഞ്ചിനീയർ പറഞ്ഞത് ഇളയരാജ സാറിനും ഇതുപോലെ ആയിരുന്നു, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അപ്പോൾ ഒരു ആശ്വാസമായി. പക്ഷേ അതല്ലെങ്കിൽ വിഷമിച്ച അന്ന് ആത്മഹത്യ ചെയ്തേനെ. സാറിൻ്റെ പാട്ട് പാടാൻ പോകണം, അല്ലെങ്കിൽ സാറിൻ്റെ പാട്ട് പാടി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കണം എൻ്റെ അമ്മേ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാ. അത് സാറിൻ്റെ കോമ്പോസിഷൻസിൽ എപ്പോഴും വെറുതെ ഈസി ആയിട്ടൊന്നും പാടാൻ പറ്റാറില്ല, അതൊരു സത്യമാണ്. പക്ഷെ അല്ലാത്ത പാട്ടുകളുണ്ട്. എന്നാലും ഒരു പാട്ടുകാരിക്കും അല്ലെങ്കിൽ പാട്ടുകാരനോ നന്നായിട്ട് കഷ്ടപ്പെടാനുള്ള ഒരു സാധനം സാറ് സിമ്പിളായിട്ടാണെങ്കിലും അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഇല്ല, ഞാനങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ച് അയാളുടെ പ്രാക്ക് കേൾക്കാൻ വേണ്ടി പാട്ട് ചെയ്യാറില്ല. ഫസ്റ്റ് ഇപ്പം നമുക്കിത് നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് പാടാൻ പറ്റുന്നതാണ് ഞാൻ ഈ ചെയ്യുന്നത്. എനിക്കേ പാടാൻ വയ്യാത്തൊരു സാധനം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, അല്ലേ? അത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ? അമൃതയാണോ പടം, ഇന്ന് അവളെ കൊന്നിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞ് ഞാനൊരു സാധനം ഉണ്ടാക്കില്ല. അപ്പം ഇല്ല, നന്നാവണം. എന്തെങ്കിലും ഒരു സിനിമാ സംഗീതത്തിന് നമ്മുടേതായിട്ട് എന്തെങ്കിലും നമ്മൾ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു കാലം വരുമല്ലോ എന്തൊക്കെയാലും. ആ സമയത്തും ജനങ്ങൾ നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറയുന്ന കുറച്ച് കോമ്പസിഷൻസ് മലയാളത്തിന് കൊടുക്കണമെന്നുള്ള ആഗ്രഹം അതേ ഉള്ളൂ.